ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. എൻ്റെ ഓല സ്കൂട്ടറിൻ്റെ ഫ്രണ്ടിലെ ഹബ്ബ് ഞാനത് എടുത്ത് മാറ്റി. എൻ്റെ ഓല S1 Pro ആയിരുന്നു. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ ഒരു ഹബ്ബ്. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. അതിൻ്റെ മേലെ വേറൊരു സാധനം പ്രൊഡക്റ്റുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, പക്ഷേ ഹൈറ്റ് നന്നായിട്ട് കൂടുമായിരുന്നു. അപ്പോൾ ഇതെന്താ ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോയിൽ മുഴുവനായിട്ട് ഞാനത് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യം നമുക്കൊരു എന്തെങ്കിലും ചെറിയ ബോട്ടിലുകളോ അല്ലെങ്കിൽ നമ്മുടെ ടൂളുകളോ എന്തെങ്കിലും കൊണ്ടുപോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവിടെ നിൽക്കില്ല. ഇപ്പോൾ നമ്മളത് ഫ്ലാറ്റാക്കി. അതിനെക്കുറിച്ചിട്ടാണ് ഈ വീഡിയോ. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ വണ്ടിയുടെ 3 വർഷത്തെ വാറണ്ടിയും കഴിഞ്ഞിട്ടുണ്ട്. ഇത് ചെയ്യാനുള്ള കാരണം മെയിനായിട്ട് നമ്മൾ അവിടെ ഫൈബറിൻ്റെ ഒരു ഇതാണ് വരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാനിപ്പോൾ ഊരുന്ന ഈ ഫൈബറിൻ്റെ അത് എപ്പോഴും നമ്മളെന്തെങ്കിലുമൊക്കെ ഓവർലോഡോ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അത് വേഗം പൊട്ടിപ്പോവുമായിരുന്നു. അത് ഒരു പ്രാവശ്യം ഞാനത് അയച്ചു മാറ്റി നോക്കിയപ്പോൾ അവിടെ ഫ്ലാറ്റാണ് സംഭവം. ഈ വീഡിയോയിൽ മുഴുവനായിട്ട് കാണാൻ സംഭവം ഫ്ലാറ്റാണ്. അവിടെ ബാറ്ററിയുടെ ഒരു ഹാൻഡിൽ മാത്രം ഉണ്ടായിരുന്നു അവിടെ, ബാക്കി മൊത്തം ഫ്ലാറ്റായിരുന്നു. അങ്ങനെ നമ്മൾ ഷോറൂമിൽ നിന്ന് ചോദിച്ചു, അവിടെ നമുക്ക് ഈ ഫൈബറിൻ്റെ ഷീറ്റ് അവിടെ മാറ്റിയിട്ട് നമുക്ക് എന്താ വെച്ചാൽ എന്താ കുഴപ്പമുണ്ടോ? അപ്പോൾ അവർ പറഞ്ഞു, ആ വയറ് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, വേറൊരു കുഴപ്പമൊന്നുമില്ല. വെള്ളം കാര്യങ്ങളൊക്കെ ഈ ഇതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ സാധാരണ നോർമലി ഇറങ്ങുന്നതാണ്, അതൊന്നും പ്രശ്നമില്ല. വയറ് എന്താ ഡാമേജ് വന്നാലുള്ള കുഴപ്പമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു തകിടിൻ്റെ ഷീറ്റ് വാങ്ങി, നമ്മുടെ വണ്ടിയാണല്ലോ അതുകൊണ്ടാണ് കേട്ടോ ചെയ്യുന്നത്. അതിൻ്റെ ഷീറ്റ് വാങ്ങി നമ്മൾ അതിൻ്റെ അളവിലേക്ക് കട്ട് ചെയ്ത് മെഷർ ചെയ്തെടുത്ത് അങ്ങനെ സെറ്റാക്കുക ചെയ്തത്. കാണാൻ കുറച്ച് പണിയെടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കട്ട് ചെയ്ത് സെറ്റാക്കി ഏകദേശം ഒരു അര ദിവസം അതിന് വേണ്ടി ചിലവായിട്ടുണ്ട്. പക്ഷേ നല്ല ഉപകാരമായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുമ്പോഴും ഒക്കെ അറിയാം. പിന്നെ നമ്മൾ വയറ് അവിടെ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് വയറിനൊരു പ്രൊട്ടക്ഷൻ എന്നുള്ള നിലയിൽ നമ്മൾ മൾട്ടിവുഡിൻ്റെ 3 പീസ് വയറിൻ്റെ എടുത്തായിട്ട് എന്തായാലും നമ്മുടെ തകിട് പോയിട്ട് വയറ് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ വെച്ചിട്ടാണ് ഈ തകിട് വെച്ചിട്ട് നമ്മൾ കവർ ചെയ്തത്. ഇപ്പം നിങ്ങൾക്കും എല്ലാവർക്കും ചെയ്യാവുന്നൊരു കേസേ ഉള്ളൂ, വേറെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മളിങ്ങനെ ഈ മൾട്ടിവുഡിൻ്റെ കഷ്ണം അങ്ങനെ വെച്ച് അതിൻ്റെ മേലെ തകിടൊക്കെ വെച്ചിട്ടാണ് ചെയ്തത്. അതുപോലെ ഞാനിത് ചെയ്തതിന് ശേഷം ഒരുപാട് പേര് എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, എനിക്കും ചെയ്തു തരുമോ ഇങ്ങനെ. നമ്മുടെ വർക്ക് അതല്ല, നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യുകയാണ്. നിങ്ങളിത് ആർക്കെങ്കിലും കാണിച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്തോട്ടെ എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിൻ്റെ മെയിനായിട്ടുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇലക്ട്രിക് വണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ നമ്മുടെ സ്വന്തം വണ്ടി ആയതുകൊണ്ടും നമ്മൾ ഏകദേശം കിലോമീറ്ററുകളോളം ഓടിക്കഴിഞ്ഞ് നമുക്ക് വണ്ടി ഏകദേശം മുതലായതുകൊണ്ടുമാണ് നമ്മളിങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ചെയ്തത്. മറ്റുള്ളവരെ വണ്ടി നമ്മൾ ഇതേപോലെ ചെയ്യുമ്പോൾ നമുക്ക് അതിനെന്തെങ്കിലും വയറുകളോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടൊക്കെ വന്ന് സ്റ്റോപ്പായി പോയത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ ആ റിസ്ക് ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറല്ലാത്തത് കൊണ്ട് നമ്മളെല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, അത് കഴിയില്ല, നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിസ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. വേറെ ഒന്നുമില്ല, നിങ്ങൾക്ക് അയച്ചു കഴിഞ്ഞാൽ അതിനുള്ളിലുള്ള എല്ലാ സെറ്റപ്പും നിങ്ങൾക്ക് മനസ്സിലാവും. അത് ഒരു അത്യാവശ്യം അറിയാവുന്ന ആളാണെങ്കിൽ എനിക്കും അതിനുള്ള ധൈര്യം ഒന്നുമില്ല. അത് നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റും കൊണ്ട് മാറ്റുന്നു, അവിടെ തകിട് കട്ട് ചെയ്തിടുന്നു, അത്രേ ഉള്ളൂ. വേറെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒന്നുമില്ല. പക്ഷേ ഇലക്ട്രിക് വണ്ടി ആയതുകൊണ്ട് നമുക്ക് കുറച്ച് എന്തെങ്കിലും വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് വന്നാലും ഇത് മാറ്റിയതാണെന്നുള്ള ചിന്ത ആൾക്കാർക്ക് വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചെയ്യൂല എന്ന് പറഞ്ഞത്. നമ്മൾ അതിൻ്റെ റബ്ബർ ഷീറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് നമ്മൾ അതിൻ്റെ ഒരു രീതിയിലാണ് ചെയ്തത്. ഗമ്മൊക്കെ ഇട്ട് ഒട്ടിച്ച് റബ്ബർ ഷീറ്റ്, നമ്മൾ പഴയ റബ്ബർ ഷീറ്റ് നമ്മൾ ഒരു ലെവലിൽ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അതുകൂടാതെ Gen 2ൻ്റെ ഷീറ്റ് മുകളിലും ഇട്ട് കൊടുത്തിട്ടുണ്ട്.
ഫുള്ള് നമ്മൾ എറാൾഡേറ്റൊക്കെ മിക്സ് ചെയ്തിട്ടാണ് പഴയ റബ്ബർ ഷീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. സേഫ്റ്റി എന്നുള്ളൊരു നിരക്കാണ്. ആ റബ്ബർ ഷീറ്റിലാണ് മെയിനായിട്ട് അതിൻ്റെ എല്ലാ സേഫ്റ്റി നിൽക്കുന്നത്. നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴും കാര്യങ്ങളൊക്കെ, പക്ഷേ ബാറ്ററിലേക്ക് അങ്ങോട്ടൊന്നും വെള്ളം എത്തുന്നില്ല. ഈ റബ്ബർ ഷീറ്റ്, പഴയ റബ്ബർ ഷീറ്റ് നമ്മളൊന്നും കട്ട് ചെയ്ത് ആ ഒരു റൗണ്ടിൽ തന്നെ കട്ട് ചെയ്ത് ഫിറ്റ് ചെയ്തിരിക്കുക. അതിന് കണക്കായിട്ട് ബാക്കി സെൻറ്ററിൽ ഹോളായിരിക്കും. ആ ഹബ്ബ് വന്ന ആ ഏരിയയിൽ നമ്മൾ അങ്ങനെ തന്നെ റൗണ്ടാക്കിയിട്ട് റബ്ബർ ഷീറ്റ് കട്ട് ചെയ്ത് അത് താഴെയിട്ട് മേലെ പുതിയ ജെൻ2ൻ്റെ ഷീറ്റ് വിട്ടിട്ടാണ് ഉള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇത് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുക. ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെടട്ടെ. ഏതെങ്കിലും നല്ല നല്ല വർക്കേഴ്സ് ചെയ്ത് തരുന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് ഈ വീഡിയോ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ ഈ ലെവലിൽ ചെയ്തു തരാണെന്നുണ്ടെങ്കിൽ ചെയ്തു തരും. അപ്പം നല്ല സുഖമായിട്ട് നമുക്ക് എന്തും കൊണ്ടുപോകാം. കാലൊക്കെ സുഖമായിട്ട് വെക്കുക. ഇനിയിപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ മക്കളെ കയറ്റിയിരുത്താണെന്നുണ്ടെങ്കിൽ മക്കൾക്ക് നിൽക്കാനും സുഖമാണ്. മറ്റത് പണ്ടൊരു കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഈ വീഡിയോ കണ്ടതിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കുക. നിങ്ങളുടെ ഒരു ലൈക്കും. ഇതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഡിക്കി സ്പേസ് വലുതായതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലൊരു ഷെൽഫ് പോലെ അടിച്ചിട്ടുണ്ട്. അത് അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതാണ്. മറ്റുള്ളവർക്കും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഞങ്ങൾ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കാനായി ബെല്ലൈക്കണും അമർത്തി വയ്ക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.